ഹായ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു പ്രത്യേക അപ്ഡേറ്റ്സാണ്. നമ്മുടെ ഓണത്തിനായിട്ടുള്ള 2-3 ചിത്രങ്ങളുടെ വിശേഷങ്ങൾ ഞാൻ രാവിലത്തെ വീഡിയോയിൽ പറഞ്ഞു. അതായത് നമ്മുടെ ദുൽഖർ സൽമാൻ നായകനാകുന്ന അയാം ഗെയിം, അതുപോലെ തന്നെ പൃഥ്വിരാജ് സുകുമാരൻ നായകനാകുന്ന ഖലീഫ, നിവിൻ പോളിയുടെ ബദ്ലഹേം കുടുംബ യൂണിറ്റ്. ഈ ചിത്രങ്ങളൊക്കെ നമ്മൾ വമ്പൻ പ്രതീക്ഷയോടെ വരവേൽക്കാൻ നിൽക്കുന്ന ചിത്രങ്ങളാണ്. പക്ഷേ നമ്മുടെ നാടിൻ്റെ ഈ പ്രളയവും ദുരിതമൊക്കെ മുന്നിൽ നിർത്തിയിട്ട് ചിത്രങ്ങളുടെ റിലീസ് ചിലപ്പോൾ മാറ്റിയേക്കാമെന്നുള്ള ഒരു റിപ്പോർട്ട് വരുന്നുണ്ട്. എത്രത്തോളം അത് ശരിയാവുമെന്ന് പറയാൻ പറ്റില്ല. കാരണം ഒരു 50% അത് ശരി വെക്കേണ്ടത്. കാരണം നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് തെക്കൻ ജില്ലകളായ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, അതുപോലെ തന്നെ കൊച്ചി ചില ഏരിയകളിലൊക്കെ ഫുൾ വെള്ളത്താൽ വെള്ളം കെട്ടി നിൽക്കുന്നു. അതുപോലെ തന്നെ ഉരുൾപൊട്ടലുകൾ, ഇനിയും മഴ കൂടിയാൽ ഒരുപാട് 2018 അപ്പുറം ഒരു പ്രളയം ഉണ്ടാകാനുള്ള ഒരുപാട് ചാൻസുകളുണ്ട്. അപ്പോൾ ആ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ഒരു സിനിമ റിലീസ് എന്നുള്ളത് ഒരു ശാശ്വതമായ പരിഹാരമല്ല. അപ്പോൾ അതുകൊണ്ട് ഈ വമ്പൻ ചിത്രങ്ങളുടെ റിലീസ് ചിലപ്പോൾ മാറ്റിയേക്കാം. എന്തായാലും വമ്പൻ ബഡ്ജറ്റിൽ വരുന്ന ചിത്രങ്ങളാണ് ഖലീഫയും അയാം ഗെയിമും ഒക്കെ. അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ ഈ ബഡ്ജറ്റ് തിരിച്ച് കിട്ടേണ്ടത് ഇവരുടെ ഒരു അത്യാവശ്യ ഘട്ടമായതുകൊണ്ട് ചിലപ്പോൾ മിക്കവാറും റിലീസ് മാറ്റി. കാരണം ഓണം റിലീസ് വരുമ്പോൾ ഒരു 10 ദിവസം നല്ല കളക്ഷൻ വരാനുള്ള ടൈമാണ്. പക്ഷേ ഈ 10 ദിവസം പ്രേക്ഷകൻ തിയേറ്ററിൽ വരണം. ഈ തിയേറ്ററിൽ വരാത്ത ടൈമിൽ എങ്ങനെ ഇത് കളക്ഷൻ കിട്ടും? അപ്പോൾ ഇതൊക്കെ ഈ പ്രൊഡ്യൂസർമാരെ ഭയപ്പെടുത്തുന്നുണ്ട്. ആ ഒരു കാരണത്താൽ ചിത്രത്തിൻ്റെ ഒരു റിലീസ് ഒരു 50% ചിലപ്പോൾ നീട്ടിയേക്കാന്നുള്ള ഒരു റിപ്പോർട്ടാണ്. എന്തായാലും അതൊരു ശരിയായ ഒരു തീരുമാനമാണെന്ന് വെച്ചാൽ ഒരു പ്രൊഡ്യൂസറെ ഭാഗത്ത് നോക്കുമ്പോൾ അത് ശരിയായ തീരുമാനമാണ്. പക്ഷേ അതൊരു ഉറപ്പില്ല, ഒരു 50% ഉള്ളൂ. കാരണം മഴയുടെ ഒരു കഠിനം എങ്ങനെയാണ് എന്നതിന് ബാധിച്ചാവും ഇതൊക്കെ റിപ്പോർട്ട് ഉണ്ടാവുക. എന്തായാലും അധികം വൈകാതെ ഈ ഒരു 10-ാം തീയതിക്കുള്ളിൽ അതിൻ്റെ ഒരു ഒഫീഷ്യൽ റിപ്പോർട്ട് വരും. എന്തായാലും വെയിറ്റ് ചെയ്യാം. ഓണം ഈ സിനിമകൾ നമ്മുടെ കൂടെ ഉണ്ടാകുമോ അതോ പ്രളയം ഈ സിനിമകളെ മുക്കുമോ? എന്തായാലും നമ്മുടെ ജനങ്ങളെ പ്രശ്നമാണ് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയ പ്രശ്നം. ജനങ്ങളുടെ പ്രശ്നം കഴിഞ്ഞിട്ടല്ലേ സിനിമയും കാര്യങ്ങളൊക്കെ. സിനിമയില്ലെങ്കിൽ നമുക്ക് ജീവിക്കാം. പക്ഷേ ജനങ്ങളിങ്ങനെ ദുരിതപ്പെടുമ്പോൾ നമുക്കൊരിക്കലും സിനിമയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. എന്തായാലും നമുക്ക് കാത്തിരിക്കാം എന്താകും വരുന്നത് എന്നുള്ളതിന്. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടണം. ആദ്യം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.